കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
MST എന്ന് പറയുന്നൊരു ലാൻഡ് റൈറ്റ്സ് മൂവ്മെൻറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ല, ഒരു ഭൂമി പിടിച്ചെടുക്കൽ സമരമൊക്കെ ആയിട്ട് പോകുന്നു. മുത്തങ്ങ പോലെ 2300 സ്ഥലങ്ങളിൽ അവർക്ക്, മുത്തങ്ങയിൽ ഒരു സ്ഥലത്തെ ഭൂമി പിടിച്ചെടുക്കൽ സമരം നടന്നു. ഇതേപോലെ 6 മാസക്കാലം തുടർച്ചയായിട്ട് തെരുവിൽ കുടിൽ കെട്ടി ഇരിക്കുന്ന 2300 സമരകേന്ദ്രങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ 2004 ഒരു സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു യൂത്ത് അഗെയിൻസ്റ്റ് വയലൻസ് എന്നുള്ള, ഹിംസയ്ക്കെതിരെ യുവശക്തി എന്നുള്ള പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളൊരു സൈക്കിൾ യാത്രയാണ്. ഈ 2004 2005 2005 അവർ 3 ലക്ഷം രൂപ തരാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക നിങ്ങൾക്ക് എടുക്കാം, കാരണം അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ഒന്ന്, എനിക്ക് ബ്രസീലിലേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടുന്നത് അതിൻ്റെ 2004 ഒരു സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു യൂത്ത് അഗെയിൻസ്റ്റ് വയലൻസ് എന്നുള്ള, ഹിംസയ്ക്കെതിരെ യുവശക്തി എന്നുള്ള പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളൊരു സൈക്കിൾ യാത്രയായി. അപ്പോൾ ഒരു 10 പേര് സൈക്കിളിൽ പോകുന്നു. ആ സൈക്കിൾ യാത്രയോടൊപ്പം ഒരു ടീം ഉണ്ടാവും. അവർ ഈ ക്യാമ്പസുകളിൽ, രാവിലെ ഒരു ക്യാമ്പസിൽ, ഉച്ചയ്ക്ക് ശേഷം ഒരു ക്യാമ്പസിൽ, വൈകുന്നേരം ഒരു ഗ്രാമത്തിൽ കുറേ നാടൻ പാട്ടുകളും നാടകവും പിന്നെ കുറേ ചർച്ചകളും ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ മെസ്സേജ് ഇതാണ്: യൂത്ത് അഗെയിൻസ്റ്റ് വയലൻസ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും ഈ യാത്ര പോകുമ്പോൾ നമുക്ക് ഒരു 6 മാസം മുമ്പ് തന്നെ നമ്മളതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ആദ്യം നമ്മൾ കണ്ടത് ഈ നോൺ വയലൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗാന്ധിമാർഗ പ്രവർത്തകരെ. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള സീനിയർ ഗാന്ധിയൻസിനെയും സർവോദയ ലീഡേഴ്സിനെയും പോയി കണ്ടു. ഞാനാണ് അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പദയാത്രാ ഗാന്ധി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, PV രാജഗോപാൽ. അദ്ദേഹം നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്, മലയാളിയാണ്, ഒരു കണ്ണൂരുകാരനാണ്, തില്ലങ്കരിക്കാരൻ. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പ്രവർത്തനത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഏകതാപരിഷത്തിൻ്റെ മുൻകൈയിൽ ഗാന്ധിയൻ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ യാത്ര ആരംഭിക്കുന്നതിൻ്റെ 6 മാസം മുമ്പ് തന്നെ ഈ ഗാന്ധിയൻ സർക്കിളിലുള്ള ആളുകളൊക്കെ പോയി പേഴ്സണലായിട്ട് പോയി കണ്ടു. അപ്പോൾ എല്ലാ ജില്ലകളിലുമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ലിസ്റ്റ് ചെയ്ത് അവരെയൊക്കെ പോയി, ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ തുടക്കം മുതൽ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ബന്ധപ്പെട്ടല്ലേ പ്രവർത്തിക്കും. അപ്പോൾ എനിക്ക് എല്ലാ ആളുകളെയും പേഴ്സണലായിട്ട് അറിയാം. പക്ഷേ ഇങ്ങനെയൊരു സ്റ്റഡി എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ രാജഗോപാൽജിയുടെ ഒരു നിർദ്ദേശപ്രകാരം എല്ലാവരെയും വിളിച്ച് മുൻകൂട്ടി അനുമതി വാങ്ങിച്ച് അവരെ വീട്ടിൽ പോയി അവരെ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ അവരുടെ അടുത്ത് എന്താണ് ഇപ്പോൾ ഗാന്ധിമാർഗ പ്രവർത്തകർ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം, അത് പ്രത്യേകിച്ച് നമ്മളിവിടെ പൊളിറ്റിക്കൽ വയലൻസും കമ്മ്യൂണൽ വയലൻസും ഈ സ്ട്രക്ചറൽ വയലൻസും ഒക്കെ നിലനിൽക്കുന്നൊരു സമയമാണ്. ഇതിന് നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഗാന്ധിമാർഗ പ്രവർത്തകർ എന്ത് ചെയ്യണം എന്നുള്ള സജഷൻ അവരുടെ അടുത്ത് എടുക്കുക ഈ ഇൻ്റർവ്യൂവിലുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് അത് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ നമ്മളുമായിട്ട് കുറച്ച് എന്നെ അറിയാം, പക്ഷെ അടുപ്പമായല്ലോ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്. അവരുടെ മുൻകൈയിൽ എല്ലാ ജില്ലയിലും സംഘാടക സമിതി ഉണ്ടാകും. അപ്പോൾ ആ ജില്ലയിലുള്ള ഗാന്ധിമാർഗ പ്രവർത്തകരെയും പരിസ്ഥിതി പ്രവർത്തകരെയും ഈ ഗാന്ധിയൻ ആശയങ്ങളോട് അല്ലെങ്കിൽ ഈ അഹിംസയോട് യോജിപ്പുള്ള ആളുകളെയുമൊക്കെ സംഘടിപ്പിച്ച് സംഘാടക സമിതി ഉണ്ടാകും. അങ്ങനെ 14 ജില്ലകളിലും സംഘാടക സമിതി ഉണ്ടാക്കുന്നൊരു വർക്ക് നടക്കും. അവിടെ പിന്നെ ചർച്ചകളും സെമിനാറുകളും ഒക്കെ അങ്ങനെ നടത്തി ഒരു 6 മാസം തുടർച്ചയായിട്ട് വർക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2004 ഡിസംബർ മാസം 6-ാം തീയതി നമ്മൾ കാസർഗോഡ് നിന്ന് സൈക്കിൾ യാത്ര ആരംഭിക്കും. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ആലോചിച്ചിരുന്നത് ഞാൻ സൈക്കിളിൽ സഞ്ചരിക്കുന്നുള്ള രീതിയിൽ ടീമിലുണ്ടാവും, പക്ഷേ എനിക്കന്ന് 2004 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 57 വയസ്സായി. അപ്പോൾ 20 വർഷം മുമ്പല്ലേ, അപ്പോൾ 37 വയസ്സ്. അപ്പോൾ എനിക്ക് കേരളം മുഴുവൻ സൈക്കിൾ ചാട്ടാൻ, കാരണം സൈക്കിൾ ചവിട്ടിയിട്ട് ഒരുപാട് കാലമായി, പറ്റുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ തുടക്കത്തിൽ ആദ്യ ദിവസം സൈക്കിൾ ചവിട്ടി, പിന്നെ ടീമിൻ്റെ കൂടെ പോകാമെന്നുള്ളതായിരുന്നു ധാരണ.
ഒരു ദിവസം മുഴുവൻ സൈക്കിൾ ചവിട്ടി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഒരു ദിവസം കൂടെ ചവിട്ടാൻ തോന്നി. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തോന്നി മുഴുവൻ ദിവസം സൈക്കിൾ. അപ്പോൾ ആ ടീമിൽ ഒരു സീനിയറായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഒരു 20-22 വയസ്സുള്ള ആളുകളായിരുന്നു. ബാക്കി 9 പേര് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നാടൻപാട്ടിൻ്റെ രാഘവനൊക്കെ അതിനകത്ത്. അതൊരു യാത്ര കഴിഞ്ഞപ്പം ഇത് ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് പല ആളുകളും വന്നിരുന്നു. അപ്പോൾ അതിൽ ഈ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ ഇതിനെക്കുറിച്ചൊരു ചെറിയ ഫിലിം ഉണ്ടാക്കി. ആ ഫിലിം കണ്ട ആളുകൾ പറഞ്ഞു, ശ്രീനിവാസനെ നമുക്ക് വേൾഡ് സോഷ്യൽ ഫോറത്തിലൊന്ന് സംസാരിപ്പിക്കണം എന്നൊരു ഡിമാൻഡ് അവർ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതൊന്നും അറിയില്ല. അപ്പോൾ ഏകതാപരിഷത്ത് ബ്രസീലിലുള്ള MST എന്ന് പറയുന്നൊരു ലാൻഡ് റൈറ്റ്സ് മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ല, ഒരു ഭൂമി പിടിച്ചെടുക്കൽ സമരമൊക്കെ ആയിട്ട് പോകുന്നു. മുത്തങ്ങ പോലെ 2300 സ്ഥലങ്ങളിൽ അവർക്ക്, മുത്തങ്ങയിൽ ഒരു സ്ഥലത്തെ ഭൂമി പിടിച്ചെടുക്കൽ സമരം നടന്നത്. ഇതേപോലെ 6 മാസക്കാലം തുടർച്ചയായിട്ട് തെരുവിൽ കുടിൽ കെട്ടി ഇരിക്കുന്ന 2300 സമരകേന്ദ്രങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. 2300 കേന്ദ്രങ്ങൾ. അത്രയും വലിയ, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ലാൻഡ് റൈറ്റ്സ് മൂവ്മെൻറ്റ് MST ആണ്. ആ MSTയുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു നോൺ വയലൻറ്റ് സ്ട്രഗിളിന് വേണ്ടിയുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ 9 പേർക്ക് ഇന്ത്യയിൽ നിന്ന് പോകാൻ അവസരം ഉണ്ടായിരുന്നു ഏകതാപരിഷത്തിൽ നിന്ന്. അപ്പോൾ 580ഓളം ആളുകൾ പോകാൻ തയ്യാറായിരുന്നു ഏകതാപരിഷത്തിൽ. അപ്പോൾ അതിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അതിൽ സെലക്ഷൻ പ്രോസസ്സ് വന്നു കഴിഞ്ഞപ്പം ഈ 9 പേരിൽ എനിക്കും അവസരമുണ്ട്. എനിക്കങ്ങനെ ഒരു അവസരം കിട്ടാൻ കാര്യം ഈ പറയുന്ന ഡിമാൻഡ് അവിടെ നിന്ന് വന്നുകൊണ്ടാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം വെച്ചിട്ട് ഈ 41 ദിവസത്തെ യാത്രയാണ്. 41 ദിവസം ഈ പറയുന്ന കയറ്റവും ഇറക്കമൊക്കെ കയറിയിട്ട് തുടർച്ചയായിട്ട് സൈക്കിൾ യാത്ര ചെയ്ത് 50,000 സ്റ്റുഡൻസിനെ നമ്മൾ കവർ ചെയ്തു. ഒരു കോളേജിലൊക്കെ നമ്മൾ 1000-1500 കുട്ടികളുണ്ടാവും നമ്മുടെ വീട്. അന്ന് എങ്ങനെ സാധിച്ചു എന്നുള്ളത് എനിക്കിപ്പോൾ അത്ഭുതമാണ്. അതുപോലെ വൈകുന്നേരം താമസിക്കുന്ന ഗ്രാമത്തിൽ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് അവർ ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ താല്പര്യമായിരുന്നു ഇങ്ങനെ ഒരു കാര്യം. അങ്ങനെ എനിക്കതിന് സെലക്ഷൻ കിട്ടി. യാത്രയായിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സൈക്കിൾ യാത്രയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിരുന്നു എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം കണ്ട ഒരാൾ എന്താ പറയുക, സെൻട്രോ ഗാന്ധി എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ, അവർ ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ളൊരു സെൻട്രോ ഗാന്ധി, ജർമ്മനിയാണോ ഇറ്റലിയാണോ, ജർമ്മനിയാണ്. അവരുടെ ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ അവർ ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വയലൻസിനെ കുറിച്ചുള്ള പറഞ്ഞാൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അത് ഓയിൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് അല്ലാത്ത മേഖലയുമായിട്ടുണ്ട്, കോക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു വയലൻസിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഈ കോർപ്പറേറ്റുകളുടെ ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ചെയ്യുന്ന ഗ്രൂപ്പാണ് സെൻട്രോ ഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു കോൺഫറൻസിൽ എന്നെ പങ്കെടുപ്പിക്കണമെന്ന് എൻ്റെ ഇവിടുത്തെ പ്രസൻറ്റേഷൻ കേട്ട ആൾ അങ്ങനെ ഇത് ചെയ്തു. അത് മുൻകൂട്ടിയുള്ള പ്രോഗ്രാമേ ആയിരുന്നില്ല. അപ്പോൾ അവിടെ കൊക്കക്കോളയെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരത്തിന് വേദി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ആരും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട്, ഞാൻ ഈ പ്രസൻറ്റേഷൻ നടക്കുമ്പോൾ കൊക്കക്കോള സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിത് പറയുന്നുണ്ടെങ്കിൽ, അപ്പോൾ അവരെന്നെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ അതിലൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. കോള സമരവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഡിന്നർ മീറ്റിംഗ്. ആ ഡിന്നർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത കുറച്ച് വർഷത്തെ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗാണ്. അപ്പോൾ അതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു, എനിക്ക് ഭാഷാപരമായ പ്രശ്നമുണ്ട്, എനിക്കിതിലൊന്നും അങ്ങനെ എൻ്റെ ഓറിയൻറ്റേഷൻ അതൊന്നുമല്ല. ഞങ്ങളുടെ ഗ്രാമത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഇടപെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫോക്കസ്. അല്ല, അത് സാരമില്ല, നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവരുടെ ആ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ അവർ 19 രാജ്യങ്ങളിൽ സമാധാന പ്രവർത്തനം നടത്തേണ്ടവർ. അപ്പോൾ അതിൽ ഈ ഓയിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന വയലൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ചുമതലയുള്ളൊരു കോർഡിനേറ്ററും 4 മേഖലയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പീസ് ക്യാമ്പയിനിൽ 4 കോർഡിനേറ്റർമാരിൽ ഒരു കോർഡിനേറ്ററായിട്ട് എൻ്റെ അടുത്ത് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഞാൻ 100% എനിക്കത് സാധ്യതയുള്ളൊരു കാര്യമില്ല. ഒന്നാമത്തെ എനിക്ക് ഈ യാത്ര വലിയ ഇതുള്ളതല്ല. പിന്നെ എൻ്റെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ളൊരു സാധനമാണ്. അപ്പം ഞാനത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാനിവിടെ വന്നിട്ട് രാജാജിയോട് ചോദിച്ചു, ഇങ്ങനെ അവരിങ്ങനെ പറയുന്നത് എന്താ, ശ്രീനി അവിടെ പോയി ഇടപെടുമ്പോൾ നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കാൻ പോണ പോലെ ഉണ്ടാവും. ശ്രീനി പോസ്റ്റ് ഗ്രാജുവേഷന് പഠിപ്പിക്കാൻ പോയി എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ റിസർച്ച് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ നഴ്സറി സ്കൂളിലെ കാര്യങ്ങൾ പോലെയാണ് അവരുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പം നിങ്ങളിപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ മെച്ചമുണ്ടാവും, നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ വളരെ വലുതായിരിക്കും. 19 രാജ്യങ്ങളിൽ നിരന്തരം യാത്ര ചെയ്യാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ അവസരം 3 വർഷത്തെ ഇതാണ്. 3 വർഷം നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തിരഞ്ഞു വരുന്ന അംഗീകാരങ്ങൾ അതിന് നന്നായി ചെയ്യുന്ന ആളെന്നുള്ളതിൽ നിങ്ങൾക്ക് വീണ്ടും വലിയ ഇതിലേക്കൊക്കെ പോകാം. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വർക്കും അതിൻ്റെ പ്രോഗ്രസ്സും നിന്നു പോകും. കാരണം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഗ്രാമത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ഏത് വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളാം. രണ്ടും നല്ല കാര്യമാണ്, പക്ഷേ ഇതൊരിക്കലും നിങ്ങൾക്ക് പിന്നെ വീണ്ടെടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ആരോടും ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്ന് സാമ്പത്തികമായി ഞങ്ങളൊക്കെ വലിയ ഞെരുക്കം അനുഭവിക്കുന്ന കൂട്ടത്തിലും കൂടെ. കൃഷി ആണല്ലോ പ്രധാനമാണ്. പിന്നെ ഈ പ്രവർത്തനത്തിലൂടെയൊക്കെ കിട്ടുന്ന ചെറിയ ഒരു സ്കോളർഷിപ്പും ഒക്കെയാണ്. അപ്പോൾ ഒരു വർഷമെങ്കിലും അതിനകത്ത് പോയി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ തീർക്കാമെന്നും ഒക്കെ അങ്ങനെ സജഷൻസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു സൗകര്യം, ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റില്ല. ബൈക്ക് വാങ്ങിച്ചാൽ പിന്നെ അത് ഒഴിവാക്കാൻ പറ്റില്ല. കാറ് വാങ്ങിച്ചാൽ പിന്നെ അത് ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ സാധനം. നമ്മളൊരു ജീവിത ചെലവ് ഇത്ര രൂപയാണെന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് അവിടെ അവർ ഓഫർ ചെയ്തിട്ടുള്ള പൈസ എന്ന് പറയണത് വലിയ തുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പിൻവാങ്ങുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സംശയം, എനിക്ക് ഈ ഓണററിയം പോരാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാം, ഞങ്ങൾക്ക് എമൗണ്ട് പ്രശ്നമില്ലെന്നാണ് പറഞ്ഞാൽ. ഈ 2004 2005 2005 അവർ 3 ലക്ഷം രൂപ തരാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക നിങ്ങൾക്ക് എടുക്കാം, കാരണം അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ ഞാനൊരു 3 ലക്ഷം പോയിട്ട് 1 ലക്ഷമാണ് എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ പോലും ആ വരുമാനത്തിനനുസരിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ എനിക്കതൊന്ന് താഴോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ പോയി ചാടുന്ന വലിയൊരു കുഴിയിലായിരിക്കും എന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഞാൻ ആ വർത്തമാനം അവസാനിപ്പിച്ചത്. അപ്പോൾ അത് ഒരു പക്ഷേ നമുക്കത് തുറന്നു തരുന്ന വേറൊരു മേഖലയായിരിക്കും, നമ്മുടെ കഴിവുകളൊക്കെ പ്രയോഗിക്കാനുള്ളൊരു അവസരമായിരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ ഗാന്ധി ആശ്രമത്തിലിരുന്ന് വർത്തമാനം പറയില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കർഷകരുടെ ഇടയിൽ വലിയൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല പറയണം, പക്ഷെ അതൊക്കെ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അതിന് സൗകര്യമുണ്ട്, സംവിധാനമുണ്ട്, വലിയ ഒരു ക്യാൻവാസിലെ അവർക്ക്. പക്ഷെ ഇത് ചെയ്യാൻ ചിലപ്പോൾ ആളുണ്ടാവണമെന്നില്ല. അപ്പം ഏറ്റവും മുന്തിയ പരിഗണന ഏറ്റവും താഴത്താവണമെന്ന് ഗാന്ധി പറഞ്ഞതുപോലെ ലാസ്റ്റ് മാൻ എന്നുള്ള നിലയിൽ ഞാനിത് പ്രിഫർ ചെയ്ത് അങ്ങനെ തുടർന്നോളാം. പക്ഷെ എനിക്കത് കിട്ടിയൊരു എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏത് സാധാരണക്കാരനും കമ്മിറ്റ്മെൻറ്റ് മാത്രമുണ്ട് എത്ര വലിയ സ്ഥാനത്തേക്കും വരാൻ ഇന്ന് അവസരമുണ്ടെന്നുള്ളതിൻ്റെ ഒരു ബോധ്യമാണ് നമുക്കന്ന് കിട്ടിയത്. നമ്മുടെ നാട്ടിൽ പോലെയൊന്നുമില്ല. നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു അംഗീകാരത്തിനൊരു പ്രയാസം. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഗ്രാമത്തിലാണ് പ്രശ്നം. ആര് ശ്രീനിയോ എന്ന് ചോദിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരിങ്ങനെ ട്രൗസറിട്ട് നടക്കുന്നതാണ് കണ്ടത് പോലുള്ള കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അവർക്കതൊരു വലിയ ഇതായിട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് പാലക്കാട് വിട്ട് ഞങ്ങൾ ഒരു 3 വർഷക്കാലം ഇവിടെ സുനാമി അഫക്റ്റഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നു, മത്സ്യത്തൊഴിലാളികളോട്. അവിടെയൊക്കെ പ്രമുഖ ഗാന്ധിയൻ പുതുശ്ശേരി ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഗംഭീര ഇതൊക്കെ ആയിരിക്കും, പത്രങ്ങളൊക്കെ അങ്ങനെ വെച്ച്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇവിടെയൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രവർത്തനമായിട്ട് ഇവിടുത്തെ മീഡിയാസും ഒക്കെ അങ്ങനെ കാണും. പക്ഷെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇമേജ് ഒന്ന് വേറെയാണ്. അത് എപ്പോഴും അവനവൻ്റെ എന്താ പറയുക, നമ്മൾ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല അങ്ങനെ എന്തോ പറയും, അതുപോലൊരു പരിമിതി. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വേറൊരു ലെവൽ. കാരണം നമ്മളെ അറിയാത്ത, നമ്മളെന്തോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള വർക്കിനേക്കാൾ നമ്മളെക്കുറിച്ച് മുഴുവൻ അറിയുന്ന, നമുക്ക് എന്തിനും സ്വാതന്ത്ര്യമുള്ളൊരു സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നതാണ്
അത് ഏറ്റവും താഴെത്തട്ടിൽ തന്നെയാണല്ലോ വർക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്ലാച്ചിമട സമരത്തിലും ഈ എലപ്പുള്ളി സമരത്തിലൊക്കെ നമുക്ക് കൂടുതൽ ഊർജം കിട്ടുന്നത് അങ്ങനെ ഒരു ഇതുകൊണ്ടാണ്. ഇപ്പോൾ സൈലൻറ്റ് വാലിയിലൊക്കെ ഉണ്ടായിരുന്നത് അവരുടെ ഒരു പ്രധാന ഇനീഷ്യേറ്റീവാണ്. അവരന്ന് നല്ല ടീമായിരുന്നു, നമുക്കത് നിഷേധിക്കാൻ പറ്റാത്ത, ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു. പക്ഷേ പ്ലാച്ചിമട സമരമൊക്കെ ആകുമ്പോഴത്തേക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അങ്ങനെയൊരു അവർക്കങ്ങനെയൊരു എന്താ പറയുക സ്പേസൊന്നും അങ്ങനെ നമ്മളിവിടെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അവരുടെ ഒരു സാന്നിധ്യം നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അവരൊക്കെ പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് കേട്ടോ, ഇല്ലാതൊന്നും നമ്മൾ പറയില്ല. നമ്മൾ പറയില്ലേ, ഇപ്പോൾ നിങ്ങളത് ചോദ്യം ചോദിക്കുന്ന തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മളൊരു പ്രതീക്ഷിക്കുന്ന ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ. അവർ വന്നില്ല എന്നൊന്നുമല്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു സാന്നിധ്യം അതുണ്ടായിട്ടില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന ഒരു സമരപ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ ജനകീയ ഇടപെടലുകളിലും അത് കാണുന്നില്ല. ഇന്നിപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന സമ്മേളനം ധോണിയിൽ നടക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആ ഒരു വൈബ്രൻസിയും ഡൈനമിക്സൊക്കെ നമ്മുടെ വിലയിരുത്തലിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഇതായിട്ട് കാണുന്നില്ല. ഈ പ്ലാച്ചിമട സമരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു പാഠപുസ്തകമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഗാന്ധിമാർഗ പ്രവർത്തനത്തിലാണല്ലോ ഞാൻ വരുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്നുള്ള ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യാനും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും കഴിയാന്നുള്ളതാണ് ഗാന്ധിമാർഗ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നോൺ വയലൻറ്റ് സ്ട്രഗിളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആക്ടിവിസ്റ്റിൻ്റെ അതിന് എനിക്ക് ഏറ്റവും വലിയ അവസരം തന്നത് പ്ലാച്ചിമട സമരം. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ, നിരക്ഷരായ ആളുകളുടെ ഇടയിൽ, അവരെ ഒരു തരത്തിലും ബഹുമാനിക്കാത്ത ആളുകളുള്ള സ്ഥലത്ത് അവർക്ക് അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ളൊരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അതൊരു എനിക്ക് തോന്നുന്നു ഒരു 10 PhD എടുത്താൽ പോലും എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എക്സ്പീരിയൻസ് പിന്നെ അത്രയും ലേണിംഗ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു റിസർച്ച് വർക്കിൻ്റെ ഒരു സോഷ്യൽ ആക്ഷൻ റിസർച്ച് എന്നുള്ള നിലയിൽ ആണ് ഞാനതിനെ കാണുന്നത്. പിന്നെ ഈ ആളുകളുമായിട്ട് നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുന്നൊരു ഇതുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ റിയൽ നീഡും ഫെൽറ്റ് നീഡും വേറെയാണ്. പലപ്പോഴും നമ്മൾ ഫെൽറ്റ് നീഡ് മാത്രമേ നമുക്ക് പൊതുപ്രവർത്തകർക്ക് കാണാൻ കഴിയും. ഒരു സോഷ്യൽ വർക്കേഴ്സിനൊക്കെ പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. റിയൽ നീഡ് എന്താണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാറില്ല. അപ്പോൾ ഈ സമൂഹവുമായിട്ട് അടുത്തിടപഴകി അവരെ അടുത്തറിഞ്ഞ് അവരുടെ സങ്കടങ്ങളും വേദനകളിലും ഒക്കെ ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ റിയൽ നീഡ് എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ ഒരു പ്ലാനിങ് പ്രോസസ്സിൽ വളരെ ഡീപ്പായിട്ട് ഞാൻ ഇത് ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള ബാദൽസൻ ഗുപ്ത എന്ന് പറയുന്ന ഏറ്റവും ലോകപ്രസിദ്ധനായ ഒരു ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 1.5 മാസത്തെ 45 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നമ്മളൊരു കോണ്ടെക്സ്റ്റ് അനാലിസിസ് നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു പ്രദേശത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം അവിടെ, അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണ്. അപ്പോൾ പലരും നമ്മളിങ്ങനെ പ്രശ്നങ്ങളെ കാണും, അതിനെന്തെങ്കിലും ചെയ്ത് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി എന്താണ് കാരണം, അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി ആ വേര് പിഴുതെറിയുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രോഗ്രാം ഡിസൈനിങ്ങിൽ ആവശ്യമുള്ളത്. അപ്പോൾ അതിനുള്ള സ്ട്രാറ്റജി എന്താണ്, ഒരു തന്ത്രപരമായ നീക്കം എങ്ങനെയാവണം എന്നൊക്കെ മനസ്സിലാവുന്ന ഈ കോസ് അനാലിസിസിലൂടെ. അപ്പോൾ ഈ റൂട്ട് കോസ് മനസ്സിലാക്കാൻ നമുക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് മാത്രം നമുക്കത് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ പരിശീലനം അത് കൃത്യമായിട്ട് പരീക്ഷിക്കാനുള്ള ഒരു വേദിയായിരുന്നു പ്ലാച്ചിമട. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് പ്ലാച്ചിമട ഒരു പ്രവർത്തനത്തിന് ഒരു നീണ്ട 20 വർഷക്കാലം അതുകൊണ്ടുള്ള നഷ്ടം ജനതയ്ക്കുണ്ടെന്നുള്ള വേറൊരു കാര്യം. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് തുറന്നു തന്നിട്ടുള്ളൊരു ഒരു വിശാലമായ ഒരു പഠനമുണ്ട്. അത് നമുക്ക് അതിനോട് കമ്പയർ ചെയ്യാൻ ഒരു പക്ഷേ വേറൊന്നിനും പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ ലോകത്തെമ്പാടുമുള്ള ആളുകൾ അവിടെ വരുന്നു, വിദ്യാർത്ഥികൾ വരുന്നു, ജേർണലിസ്റ്റുകൾ വരുന്നു, ഒരുപാട് റിസർച്ചേഴ്സ് വരുന്നു. അവരോടൊക്കെ ഇൻ്ററാക്ട് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ടായിരുന്നു. ചുമതലയുള്ളത് കൊണ്ടാണ് കേട്ടോ. അതുമാത്രമല്ല ഈ പല കാര്യങ്ങളും അവിടെ ഈ കാര്യങ്ങൾ ഒരു എന്താ പറയുക
അതിൻ്റെ ഒരു 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 പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്ന ആളുകളും കുറവായിരുന്നു അവിടെ. അതുകൊണ്ട് നമുക്കിത് അവസരങ്ങൾ കൂടുതലായിരുന്നു. പിന്നെ പുറത്തുനിന്നൊക്കെ ധാരാളം ആളുകൾ വരുന്നൊക്കെ നമ്മുടെയൊക്കെ കണക്ഷനിൽ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ദിവസങ്ങളോളം ഈ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ അവസരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ കുടുംബത്തിലുള്ള യോഗേന്ദ്ര പാരിക്ക് ഇവിടെ വരും. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ പ്ലാച്ചിമടയിൽ ഞാനാണ് അദ്ദേഹത്തെ റിസീവ് ചെയ്ത് പ്ലാച്ചിമടയിൽ കൊണ്ടുപോയി. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഒന്ന് ദിവസങ്ങൾ അവിടെ താമസിച്ചു. അത്തരം എക്സ്പീരിയൻസൊക്കെ വളരെ വളരെ വലുതായിരുന്നു. അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമുക്കങ്ങനെ ഒരു അവസരം തുറന്നു കിട്ടിയിരുന്നു എന്ന് പറയാം. പലരും റിസർച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ടാണ് വരുന്നത്. 6 മാസമൊക്കെ നിന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ആയിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഇവിടെ ഒരു ഡെമോക്രസി റിസർച്ചിന് വേണ്ടി ഒരു ടീം വന്നിരുന്നു. സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു റിസർച്ച് സ്കോളറാണ്. അപ്പോൾ അദ്ദേഹം ഒരു വോട്ടേഴ്സ് ബിഹേവിയറിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ 1 മാസം അത് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നത്. നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം അത് അതിനെ സ്കെയിലപ്പ് ചെയ്തു അവർ ആ റിസർച്ച് വർക്ക് എന്ന് പറഞ്ഞു. അവർക്ക് വളരെ സന്തോഷമായിരുന്നു. നമ്മൾ അതിർത്തി പ്രദേശങ്ങളിലുള്ള കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിലുള്ള വോട്ടേഴ്സ് എങ്ങനെയാണ് ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഇലക്ഷൻ പ്രോസസ്സിൽ അത് ചെയ്യണമെന്നുള്ളതാണ് അവർ പഠിക്കുന്നുണ്ടായത്. അതിപ്പോൾ അടുത്ത കാലത്താണ് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് അത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധിയൻ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പോഷറാണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ലേണിംഗ്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് പറയാം. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഈ സമരപ്രവർത്തനത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടമാകുമായിരുന്നു. അത്രമാത്രം പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മളൊക്കെ ഒരു ഇൻക്ലൂഷനെ കുറിച്ചൊക്കെ പറയുമ്പം ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു എന്താ പറയുക ഒരു അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം നമുക്കിങ്ങനെ. ഞാനിതിനു മുമ്പ് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ തുടക്കം തന്നെ സാക്ഷരതാ പ്രവർത്തനത്തിലെ ആദിവാസി കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അന്നൊന്നും നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് ഇടപെടാനുള്ള ശേഷി നമുക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ തുടക്കക്കാരായിരുന്നല്ലോ. ഇവിടെ അങ്ങനെയല്ല, നമുക്കൊരു എല്ലാ അർത്ഥത്തിലും നമുക്ക് ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു.